നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അങ്ങനെ കുറേ നാളിന് ശേഷം നമ്മൾ അരൂര് മുതൽ തുറവൂർ വരെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 6 വരി എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു അപ്ഡേറ്റുമായിട്ട് എത്തിയിരിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഡ്രോൺ വീഡിയോ എടുത്തത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് കൺട്രോൾ നേരെ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ മുകളിലുള്ള ഡ്രോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് ലെഫ്റ്റിലോട്ട് മാറ്റിയിട്ടാണ് ഡ്രോൺ വീഡിയോ എടുത്തിരിക്കുന്നത്. എങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലായിട്ടാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഹൈറ്റിലായിട്ടാണ് ഡ്രോൺ വീഡിയോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക. മാത്രമല്ല ഒരു ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കണ്ടു തുടങ്ങുക. അപ്പോൾ അരൂര് മുതൽ തുറവൂർ വരെയുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. വലത്തേ സൈഡിലായിട്ട് ഇപ്പം അവിടെ ഇടക്കൊച്ചിയിൽ നിന്നും ഈ ഒരു 6 വരിയിലോട്ട് പാതയിലോട്ട് കയറുന്നതിന് വേണ്ടിയിട്ട് വലത്തേ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് പണി തുടങ്ങിയിട്ടുണ്ട്. അവിടെ തറയോടൊക്കെ ഇട്ടിട്ടുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അരൂർ ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. അരൂർ ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തുമ്പം വലത്തേ സൈഡിലായിട്ട് സെൻറ്റ് അഗസ്റ്റിൻ ചർച്ചിൻ്റെ അടുത്തായിട്ടും സ്കൂളിൻ്റെ അടുത്തായിട്ടും നമ്മൾ എത്തും. പിന്നെ ആ ഒരു പള്ളിയുടെയും സ്കൂളിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് നേരെ എറണാകുളം ഭാഗത്തോട്ട് വരുമ്പം ഇടക്കൊച്ചി ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങൾക്കുള്ള എക്സിറ്റ് ഇപ്പം നമുക്ക് വലത്തേ സൈഡിലായിട്ട് കാണാൻ പറ്റും. അവിടെ ഒരു ഭാഗം എക്സിറ്റ് നമുക്ക് കാണാൻ പറ്റും. ആ എക്സിറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇടക്കൊച്ചി ഭാഗത്തോട്ട് പോകേണ്ടത്. നിലവിലിപ്പം പൂർണ്ണമായിട്ടും ഗർഡറുകൾ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും മുകളിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടില്ല. നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം അവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരു ലൈൻ കമ്പി കടന്നു പോകുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് അവിടെ പണി പൂർത്തിയാവാത്തത്. ഗർഡറുകൾ എടുത്തു വെക്കുന്നത് ലൈൻ കമ്പി ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു കാര്യം കൊണ്ട് അവിടെ പണി പെൻഡിങ്ങിൽ കിടക്കുകയാണ്. അതിനി ലൈൻ കമ്പി മാറ്റി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ഉയർത്തി വെക്കുകയോ ചെയ്യാതെ ഗർഡറുകളുടെ ഉയർത്തി വെക്കുന്നുള്ള പണി കഴിയത്തില്ല. മാത്രമല്ല അവിടെ ഒരു പിയറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി അവിടെ കഴിയാനായിട്ട് ബാക്കിയുണ്ട്. നമ്മളിപ്പോൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ 6 വരി പാതയുടെ എലിവേറ്റഡ് ഹൈവേയുടെ ഗർഡറുകളെല്ലാം വെച്ച് കഴിഞ്ഞെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ 2 സൈഡിലുമായിട്ടുള്ള അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പിന്നെ നടക്കേണ്ടത്. അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണത്തിന് മുമ്പ് നമുക്ക് 12.7 കിലോമീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ തുറവൂർ നഗരത്തിൻ്റെ വികസനമൊക്കെ കണക്ക് കൂട്ടി പിന്നെ കുറച്ചും കൂടെ ലെങ്ത് കൂട്ടി ഇപ്പോൾ 13 കിലോമീറ്ററാണ് തുറവൂർ അരൂർ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 6 വരി എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 തൂണുകളെ കണക്ട് ചെയ്തുകൊണ്ട് 7 ഗർഡറുകളാണ് വെച്ചിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് വരുന്ന ഭാഗത്തൊക്കെ കുറച്ചും കൂടെ വലത്തേ സൈഡിലായിട്ട് തന്നെ ഇടത്തേ സൈഡിലൊക്കെ ആയിട്ട് തന്നെ എക്സിറ്റ് വരുന്ന ഭാഗത്തും ഗർഡറുകൾ ഉപയോഗിച്ചിട്ടാണ് എക്സിറ്റൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കായിട്ട് ഒരു ഭാഗത്തായിട്ട്, അതായത് എരമല്ലൂർ ഭാഗത്തായിട്ട് ടോൾ പ്ലാസയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് കുറേ കൂടി ഗർഡറുകൾ വെച്ചിട്ട് വീതി കൂട്ടിയിട്ടാണ് ടോൾ പ്ലാസയുടെ നിർമ്മാണം അവിടെ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം അരൂർ ക്ഷേത്രമൊക്കെ കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രം കഴിഞ്ഞ് അതിൻ്റെ അടുത്തൂടെയാണ് നമ്മൾ അരൂക്കുറ്റി വഴി ഇടത്തോട്ട് ചേർത്തലയിൽ എളുപ്പം ചെന്ന് കയറാൻ പറ്റുന്ന റോഡ്. നല്ല റോഡാണ്. ഇപ്പം ഈ ഒരു വഴി കൂടി പോകുന്നതും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഇപ്പം പണി കഴിഞ്ഞ ഭാഗത്തുകൂടി ഇപ്പം പോകുന്നതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാതെയാണ് പോയത്. രാവിലെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ചില സമയത്തൊക്കെ തിരക്കുണ്ടാവാറുണ്ട്. ചില സമയത്ത് പണി നടക്കുന്ന സമയത്തൊക്കെ അവരുടെ വാഹനങ്ങളൊക്കെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് പിടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മളൊരിക്കലും ഏത് വഴി പോകണമെന്നൊന്നും സജസ്റ്റ് ചെയ്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴി കൂടെ പോവുക. ഏതെങ്കിലും വഴി കൂടെ ഞാൻ പറഞ്ഞ് പോയിട്ട് പിന്നെ എവിടെയെങ്കിലും ബ്ലോക്കിൽ പെട്ടിട്ട് പിന്നെ എന്നെ ചീത്ത വിളിക്കാൻ പറ്റിയൊരവസരം ഞാൻ ഉണ്ടാക്കി തരത്തില്ല. പിന്നെ പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ നോയ്സ് ബാരിയർ എന്ന് പറഞ്ഞൊരു സംഭവം എലിവേറ്റഡ് ഹൈവേയുടെ സൈഡിലായിട്ട് പിടിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണത്തില്ല. നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് സെൻറ്റ് മേരീസ് ചർച്ച് കഴിഞ്ഞ് നേരെ ചന്തിരൂർ ഭാഗത്തോട്ട് പോകുമ്പം അവിടെ നമുക്ക് മുകളിലായിട്ട് 2 സൈഡിലുമായിട്ട് ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പം 2 സൈഡിലായിട്ട് നമ്മൾ ഈ എലിവേറ്റഡ് ഹൈവേയുടെ മുകളിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീല പെയിൻ്റ് അടിച്ച് ക്രാഷ് ബാരിയറാണ്. അപ്പോൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സൈഡിലായിട്ട് പിടിപ്പിച്ചിരിക്കുന്ന ആ ഒരു നോയ്സ് ബാരിയർ നമുക്ക് കാണാൻ പറ്റും. ഹോൺ അടിക്കുമ്പോൾ നമുക്ക് സൈഡിലുള്ള വീട്ടുകാർക്ക് ശല്യമാവാതിരിക്കാൻ വേണ്ടിയിട്ട്
രണ്ട് സൈഡിലുമായിട്ട് പിടിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ കുറേ നാളിന് മുമ്പ് ഈ സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ അടുത്തൂടെ ഇടത്തോടെ ഒരു ചെറിയൊരു റോഡുണ്ട്. അതുവഴിയായിരുന്നു വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. എല്ലാത്തരം വാഹനങ്ങളും അതുവഴിയായിരുന്നു കടത്തി വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഈ എലിവേറ്റഡ് ഹൈവേയുടെ താഴെയുള്ള സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട്. പഴയ ഹൈവേ പൊളിച്ചിട്ടല്ല അതിൻ്റെ മുകളിൽ ടാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലത്തും പൊളിക്കാതെയാണ് അതിൻ്റെ മുകളിൽ ടാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്കപ്പം സർവീസ് റോഡ് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റും. പലയിടത്തും പിന്നെയും ചില ഭാഗത്തൊക്കെ ആയിട്ട് തന്നെ ഈ ഒരു ഡ്രൈനേജിൻ്റെയൊക്കെ പണി പൂർത്തിയാവാനുണ്ട്. താഴത്തെ റോഡ് ടാറിംഗ് വർക്കുകൾ ഫിനിഷ് ആവാനുണ്ട്. പിന്നെ സൈക്കിൾ യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ട്രാക്കും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു ഗ്യാപ്പൊക്കെ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇനി കുറച്ച് നാളൂടെ കഴിഞ്ഞിട്ട് താഴത്തെ ഉള്ള വീഡിയോ നമുക്ക് എറണാകുളം ഭാഗത്തോട്ടൊരു ഓട്ടം വരുമ്പോൾ നമുക്ക് ചെയ്യാം. അപ്പം മുകൾ ഭാഗത്തേക്ക് കാഴ്ചകൾ ഇതേപോലത്തെ കാഴ്ചകളാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മളിതാണ്ട് സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നേരത്തെ ഇവിടുന്ന് നേരെ ലെഫ്റ്റിലോട്ടൊരു വഴിയുണ്ട്. നമ്മൾ നേരെ ഇപ്പം ചന്തിരൂർ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ ചന്തിരൂർ ഭാഗത്തായിട്ടാണ് പിന്നെ രണ്ടാമത്തെ ഒരു എക്സിറ്റ് ഉള്ളത്. നമ്മളിപ്പം അരൂർ കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുമ്പം എക്സിറ്റ് മാത്രമേ ഉള്ളൂ. എൻട്രി പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറവൂരും അരൂരും മാത്രമേ ഉള്ളൂ മെയിനായിട്ട് എൻട്രി പോയിൻ്റ്. ബാക്കി എല്ലായിടത്തും എക്സിറ്റ് പോയിൻ്റാണ്. ആ ഒരു വഴി കൂടി എക്സിറ്റ് പോയിൻ്റ് വഴി കൂടി ഒരിക്കലും കയറാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ നോയ്സ് ബാരിയർ നമുക്ക് കാണാൻ പറ്റും. വേറൊരു പ്രത്യേക കളറിലായിട്ടാണ് അത് ചെയ്തു വച്ചിരിക്കുന്നത്. നീലയും വെള്ളയും കളറിലായിട്ടാണ് അത് അടിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിലായിട്ടുള്ള ആ വീട്ടുകാർക്കൊന്നും ശല്യമാവും, ഹോൺ അടിക്കുമ്പം ശല്യമാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഈ നോയ്സ് ബാരിയർ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിങ്ങനെ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നിക്കുന്നത് പൂർണ്ണമായിട്ടും ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അപ്പം ചന്തിരൂർ ഭാഗത്തേക്ക് കാഴ്ചകൾ ഇതാണ്. നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്ത് ടാറിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. മൊത്തം 354 തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഗർഡറുകൾ വെച്ചിട്ടുള്ള പണിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 6 വരി എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുള്ളത്. ഇനിയൊരു 14 ഗർഡറുകൾ കൂടി വെക്കാനുണ്ട്. മെയിനായിട്ട് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം ഒഴിച്ചിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പം പ്രധാനപ്പെട്ട പണികളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് ടാറിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ പിള്ളമുക്ക് ഭാഗത്തായിട്ട് ഉള്ള സ്ഥലത്തായിട്ടാണ് അത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെയൊക്കെ കാഴ്ചകൾ. ഇടയ്ക്കായിട്ടുള്ള ക്രാഷ് ബാരിയറിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയാണ് നമുക്ക് ചന്തിരൂർ ഭാഗത്തായിട്ട് വരുമ്പം വലത്തേ സൈഡിലൊരു എക്സിറ്റ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. അതായത് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം, അതായത് ആലപ്പുഴയിൽ നിന്നും എറണാകുളം ഭാഗത്തോട്ട് വരുമ്പം എരമല്ലൂർ ടോൾ പ്ലാസയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്ന് ചന്തിരൂർ ഭാഗത്തോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സിറ്റാണ് വലത്തേ സൈഡിലായിട്ടുള്ളത്. അതുവഴി ഒരിക്കലും നിങ്ങൾ ഇതിനകത്തോട്ട് കയറരുത് ഒരു കാരണവശാലും. കാരണം ഒരു വണ്ടിക്ക് അത്യാവശ്യം കഷ്ടിച്ചല്ല ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള വീതിയേ ഉള്ളൂ. അപ്പോൾ അതുവഴി നിങ്ങൾ ആ ഒരു വാഹനം ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പം തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് കയറി ചെല്ലുമ്പം അവിടെ ഫുള്ള് ബ്ലോക്കാവും. മാത്രമല്ല ക്യാമറയും കാണും. പിന്നെ വരുന്നതും പോയതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങളിലും നിലവിലിപ്പോൾ എല്ലാ വാഹനങ്ങളിലും ക്യാമറയുണ്ട്. നമ്മൾ എന്ത് തോന്നിയ ദിവസം കാണിച്ചെന്ന് പറഞ്ഞാലും അത് നാളെ സോഷ്യൽ മീഡിയയിലിട്ട് വൈറലാക്കും. നമ്മളിതാണ്ട് ഈ ഒരു പിള്ളമുക്ക് ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ചന്തിരൂർ പഴയ റോഡ് വഴിയാണ് ഞങ്ങൾ ഇതുവഴി കടന്നു വന്നത്. അതുകൊണ്ട് ഇവിടെ ഇടത്തെ സൈഡിലൊരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട്. ഞങ്ങൾ വീഡിയോ എടുത്ത് വന്നപ്പോൾ ഇവിടെ ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ ഒന്നും ഒരു പിടിയില്ല. വീഡിയോ എടുക്കാൻ വന്ന് തിരിച്ചൊരൊറ്റ പോക്കായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വലത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 6 വരി എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റാണ്. ഇവിടെ ടാറിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 6 വരി പാതയുടെ ഏറ്റവും പുതിയൊരു ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ടാറിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ടാറിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. നമ്മളിപ്പം ചന്തിരൂർ കഴിഞ്ഞ് നേരെ കൊച്ചുപള്ളി ജംഗ്ഷൻ ഭാഗത്തോട്ട് വരുന്ന വഴിക്കായിട്ടാണ് ഇപ്പം ടാറിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇപ്പം നിലവിൽ നമ്മളിപ്പം വീഡിയോ എടുത്ത ദിവസം ഒരു സെക്കൻഡ്, മാർച്ച് 27 വെള്ളിയാഴ്ച രാവിലെ എടുത്ത വീഡിയോ ആണ്.
അപ്പം കണ്ടിട്ട് ഏകദേശം 1 കിലോമീറ്ററിനുള്ളിലായിട്ടാണ് ഇപ്പം ടാറിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലത്തോട്ട് ടാറിംഗ് വർക്കുകൾ തുടങ്ങുമെന്നാണ് കരുതുന്നത്. പ്രധാനമായിട്ടും ആ ലൈൻ കമ്പി മാറ്റി സ്ഥാപിച്ചതിന് ശേഷം ബാക്കിയുള്ള 14 ഗർഡറുകൾ കൂടി വെച്ചതിന് ശേഷം മാത്രമേ പൂർണ്ണമായിട്ടുള്ള ടാറിംഗ് വർക്കുകളും നമുക്ക് ആറുവരി എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വർക്ക് കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും പെൻഡിങ്ങിലാണ്, പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. കാരണം ആ ഒരു ഭാഗം വിട്ട് കിടക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അത് ഉത്തരവാദിത്തപ്പെട്ടവർ KCBയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. നേരെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നേരെ എരമല്ലൂർ ഭാഗത്തായിട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എരമല്ലൂർ ഭാഗത്ത് നിന്നാണ് ഇപ്പം ടാറിംഗ് വർക്കുകൾ കുറച്ച് തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ പിന്നെ എരമല്ലൂർ ടോൾ പ്ലാസയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ ആ ഒരു ഇച്ചിരിയും കൂടെ അങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു വീതി നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പം എരമല്ലൂർ കഴിഞ്ഞ് നേരെ അങ്ങോട്ട് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ടോൾ പ്ലാസ വരുന്ന ഭാഗത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരെയാണ്, ഇവിടെ നിന്നായിരിക്കും ടാർ ചെയ്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം അപ്രോച്ച്, അതായത് എക്സിറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തൂടെയാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നിക്കുന്നത് ആ വാഹനങ്ങളൊക്കെ മേലോട്ട് കയറിയിരിക്കുന്നത്. നേരത്തെ ഇതിനു മുമ്പ് കോൺക്രീറ്റ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒരു കോൺക്രീറ്റ് വണ്ടി, അതായത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്. ആ ഒരു വണ്ടി ഇതിൻ്റെ മേളിലോട്ട് ക്രെയിൻ വഴി പൊക്കി കയറ്റി വെച്ച് പിന്നെ കോൺക്രീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയത്. ഇപ്പം ഈ ഒരു ഭാഗത്തെ എക്സിറ്റ് വരുന്ന ഭാഗത്തേക്ക് പണി കുറച്ച് കഴിഞ്ഞതുകൊണ്ട് ചിലപ്പോൾ വാഹനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ ഇപ്പോൾ ഈസി ആയിട്ട് കയറാൻ പറ്റുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇവിടെയാണ് ടോൾ പ്ലാസ വരുന്ന ഒരു ഭാഗം. അപ്പം കുറച്ചും കൂടെ വീതി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല ഇവിടുത്തെ ഒരു ഗർഡർ ഉയർത്തി വെക്കുന്ന സമയത്തായിട്ടാണ് ഒരു അപകടം പറ്റിയ ഒരാൾ, ഒരു പിക്കപ്പ് വാൻ ഡ്രൈവർ മരണപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇനി നേരെ എരമല്ലൂർ ടോൾ പ്ലാസ വരുന്ന ഭാഗം കഴിഞ്ഞ് നേരെ മോഹം ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് നേരെ ചെമ്മനാട് ഭാഗത്തേക്കാണ് വരുന്നത്. ചെമ്മനാട് ഭാഗത്തേക്ക് വരുമ്പം ഇതേപോലെ കിടക്കുകയാണ്. പണികളൊക്കെ ഏകദേശം പൂർണ്ണമായി എന്ന് പറയാൻ പറ്റത്തില്ല. ടാറിംഗ് വർക്കുകൾ ബാക്കിയുണ്ട്. അപ്പോൾ നോക്കുമ്പം നമുക്ക് എനിക്ക് തോന്നിക്കുന്ന ഈ ഒരു 2 സൈഡിലും ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തായിട്ട് തന്നെ നീല പെയിൻ്റ് അടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അടിയിൽ ഹാഷ് പെയിൻ്റാണ്, പിന്നെ തൂണിന് നീല പെയിൻ്റാണ്. പല ഭാഗത്തും പിന്നെ മീഡിയൻ വരുന്ന ഭാഗത്ത്, താഴത്തെ മീഡിയൻ വരുന്ന ഭാഗത്തെ കോൺക്രീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ബാക്കിയുണ്ട്. കുറച്ചൊക്കെ പൂർത്തിയായിട്ടുണ്ട്. കുറച്ചൊക്കെ ഭാഗത്തായിട്ട് പുതിയ ടാറിംഗ് വർക്കുകളൊക്കെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലംബിങ്ങിൻ്റെയൊക്കെ പണി, അതായത് ഇതിൻ്റെ മുകളിൽ വരുന്ന വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലംബിങ് വർക്കുകളൊക്കെ കുറച്ച് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് അടിയിൽ നിന്നുള്ള വീഡിയോ കാണിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നേരെ നമ്മൾ മുമ്പോട്ട് വരികയാണ്. ചെമ്മനാട് ഗ്രൗണ്ടൊക്കെ കഴിഞ്ഞേച്ച് നമ്മൾ നേരെ ഇനി കോടംതുരുത്ത് ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചെറിയ എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എണ്ണേ ഉള്ളൂ. നമ്മൾ തുറവൂരും അരൂരും ഒഴിച്ചിട്ട് ഇതിനിടയ്ക്കായിട്ടുള്ള 3 എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ എടക്കൊച്ചി ഭാഗത്തോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് അരൂർ ജംഗ്ഷൻ ഭാഗത്തായിട്ടുള്ള ഒരു എക്സിറ്റ്, എടക്കൊച്ചി ഭാഗത്തോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഒരെണ്ണം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദരൂർ ഭാഗത്തായിട്ടുള്ളൊരു എക്സിറ്റ്. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം ഒരു എക്സിറ്റ് കൂടെ ഉണ്ട്, അത് പാട്ടുകുളങ്ങര ഭാഗത്തായിട്ടുള്ളൊരു എക്സിറ്റാണ്. ഇപ്പോൾ ഇങ്ങനെ 3 എക്സിറ്റാണ് ഉള്ളത്. അതുവഴി ഒരിക്കലും കയറാൻ പാടില്ല. കയറി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പെട്ടുപോകും. പിന്നെ പ്രധാനപ്പെട്ട എക്സിറ്റ് എൻട്രി പോയിൻ്റ് ഉള്ളത് പിന്നെ അരൂരും തുറവൂരും ഭാഗത്തായിട്ടാണുള്ളത്. അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇനി പ്രധാനമായിട്ട് നടക്കേണ്ടത്. അത് ഇതുവരെയായിട്ടും തുടങ്ങിയില്ല. നമ്മുടെ വീഡിയോ തുടങ്ങിയ ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അവിടെ ഒന്നും തുടങ്ങിയിട്ടില്ല. മാത്രമല്ല നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇനി തുറവൂർ ഭാഗത്തോട്ട് വരുമ്പോഴും കാണാൻ പറ്റും, അവിടെയും തുടങ്ങിയിട്ടില്ല. ഇതിനിടയ്ക്കായിട്ടുള്ള ഭാഗത്തെ പണികളാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആൾക്കാരൊക്കെ ഇപ്പോൾ ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ പല പണികളും നടക്കാനായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇനി ടാറിംഗ് വർക്കുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കേണ്ടത്. പിന്നെ നേരെ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ നേരെ തുറവൂർ ഭാഗത്തായിട്ട് എത്തും. തുറവൂർ ഭാഗത്തായിട്ടാണ് പിന്നെ അപ്രോച്ച് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കേണ്ടത്. നമ്മുടെ കൊല്ലം ജില്ലയിൽ നീണ്ടകര, കരുനാഗപ്പള്ളി, പിന്നെ കായംകുളം, ഹരിപ്പാട് ഭാഗത്തോട്ടുള്ള പണികളൊക്കെ വളരെ മന്ദഗതിയിലായിട്ടാണ് പോകുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് എല്ലായിടത്തെയും ചെയ്യാവുന്നതാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുറച്ച് നിർത്തിയിട്ടുള്ള വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പണികൾ കുറേ കൂടി മെച്ചപ്പെട്ടതിന് ശേഷം നമുക്ക് പൂർണ്ണമായിട്ടുള്ള വീഡിയോ എല്ലായിടത്തും ചെയ്യാം. നമ്മുടെ അളിയച്ചാറുടെ കൈയൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറേ പേര് പ്രാർത്ഥിച്ച് അവരോടെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീഡിയോ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മുടെ പുതിയൊരു അപ്ഡേറ്റ് കൂടെ വരുന്നുണ്ട്. ഇവിടുത്തെ മാത്രമല്ല നമ്മൾ വീഡിയോ എടുത്തത്, പിന്നെ മുമ്പോട്ട് നമ്മൾ പോകുന്നിടത്ത് വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മൾ കുത്തിയത്തോട് ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. കുത്തിയത്തോട് പള്ളിയുടെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിത് ഇവിടുന്ന് അങ്ങോട്ട് മുമ്പോട്ട് വരുമ്പം ഒരു എക്സിറ്റ് നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ഈ കുത്തിയത്തോട് കഴിഞ്ഞേച്ച് പാട്ടുകുളങ്ങര ഭാഗത്തായിട്ട് വരുമ്പോഴാണ് പിന്നെ ഒരു എക്സിറ്റ് ഉള്ളത്. നല്ല സ്മൂത്തായിട്ടുള്ള എക്സിറ്റാണ് നമുക്ക് വരുമ്പോൾ കാണാൻ പറ്റും. എക്സിറ്റ് എടുക്കേണ്ട വാഹനങ്ങൾ ആറുവരിപ്പാതയുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞേച്ച് എക്സിറ്റ് എടുക്കേണ്ട വാഹനങ്ങൾ നേരത്തെ തന്നെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നേരത്തെ തന്നെ ഏറ്റവും ആദ്യത്തെ വരിയിലോട്ട് വരേണ്ടതാണ്. എന്നാലേ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ എക്സിറ്റ് എടുത്ത് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എക്സിറ്റ് വരുന്ന ഭാഗത്ത് എത്തിയിട്ട് പെട്ടെന്ന് തന്നെ ഇടത്തോട്ട് തിരിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അടപടലം തീർച്ച് ഇതിൻ്റെ മേളിൽ നിന്ന് താഴെ വീഴുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എക്സിറ്റാണ് നമ്മൾ തുറവൂർ എത്തുന്നതിന് മുമ്പായിട്ടുള്ള എക്സിറ്റ്. അപ്പോൾ തുറവൂർ ഭാഗത്ത് താഴ്ഭാഗത്തൊക്കെ ആയിട്ട് തുറവൂർ ജംഗ്ഷൻ ഭാഗത്തോട്ട് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സിറ്റ് എടുത്തിട്ട് പിന്നെ സർവീസ് റോഡിൽ കൂടി പോയാലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നേരെ പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ പത്മാക്ഷി കവല ചെന്നേച്ച് നിങ്ങൾ പിന്നെ അവിടെ അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ടുള്ള എക്സിറ്റ് എടുത്തിട്ട് പിന്നെ തിരിഞ്ഞ് വരേണ്ടി വരും. അപ്പോൾ തുറവൂർ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും പിന്നെ തുറവൂർ അമ്പലത്തിലോട്ടൊക്കെ പോകേണ്ട വാഹനങ്ങൾ നിങ്ങൾ ആ ഒരു എക്സിറ്റ് എടുത്ത് ഇറങ്ങിയിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ നിങ്ങൾ നേരെ പോയിട്ട് പിന്നെ കറങ്ങി അടിച്ച് വരേണ്ടി വരും. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തേക്ക് കാഴ്ചകൾ. എനിക്ക് തോന്നിക്കുന്ന ഈ ഒരു എക്സിറ്റിനകത്തൂടെ കയറിയിട്ടാണെന്ന് തോന്നുന്നു വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടും ഒക്കെ കയറുന്നതെന്ന് തോന്നുന്നു. ചെറിയ ചെറിയ വാഹനങ്ങളും ആളുകളൊക്കെ ഇതിൻ്റെ മുകളിലോട്ട് കയറുന്നത് ആ ഒരു വഴി കൂടെ ആയിരിക്കും. നേരെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. കുറേ കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ തുറവൂർ ഭാഗത്തോട്ട് എത്തും. നമ്മൾ പിന്നെ ഇപ്പം NCC ജംഗ്ഷൻ ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ ഈ ഒരു ഭാഗത്ത് നമ്മൾ തുറവൂർ എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് തന്നെ താഴ്ചയിലുള്ള മീഡിയൻ വരുന്ന ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ താഴ്ഭാഗത്തായിട്ടുള്ള സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ പണി പുരോഗമിക്കാനുണ്ട്. കുറച്ച് ഭാഗത്തൊക്കെ പൊളിഞ്ഞു വാരി കിടക്കുകയാണ്. നമ്മൾ ഈ ഒരു എറണാകുളത്തുനിന്ന് ഇങ്ങോട്ട് ആലപ്പുഴ ഡയറക്ഷനിലോട്ട് വരുമ്പം തുറവൂരെത്തുന്ന ഭാഗത്തൊക്കെ ആയിട്ട് ചില സ്ഥലത്തൊക്കെ ആയിട്ട് തന്നെ തറയോടൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. അതൊക്കെ കുളമായി കിടക്കുകയാണ്. അതൊക്കെ ഇനി പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് വേണം പിന്നെ ടാറിങ് വർക്കുകളൊക്കെ ഫിനിഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രത്തോളം പണി കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ ദൃശ്യങ്ങൾ. കുറച്ചും കൂടെ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തുറവൂർ ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തും. തുറവൂർ ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കാണിച്ചപ്പോൾ തുറവൂർ അമ്പലത്തിലെ കാഴ്ചകളൊന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഇല്ല, കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ ആ ഒരു അമ്പലത്തിൻ്റെ ഒരു ആകാശ ദൃശ്യം ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ ജിയോ പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി വിലക്കുറവുണ്ട്. എനിക്ക് തോന്നുന്നത് 2-3 രൂപ അങ്ങാണ്ട് ഇവിടെ പെട്രോളിനും ഡീസലിനും ഒക്കെ കുറവാണ്. പക്ഷേ തിരക്കില്ല. വിലക്കുറവെന്ന് പറയുമ്പോൾ നമ്മൾ ഇടിച്ചു കയറേണ്ട ഒരു സ്ഥലത്ത് പെട്രോൾ പമ്പിന് ഇത്രത്തോളം വില കുറഞ്ഞിരിക്കുന്ന ഈ ഒരു പമ്പിൽ ആൾക്കാർ കയറുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്ഡേറ്റ്. പുതിയൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. കുറച്ച് വലിച്ചു നീട്ടി സംസാരിച്ചതിന് ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. വലത്തെ ഈ സൈഡിൽ കാണുന്നതാണ് തുറവൂർ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ കുളവും നമുക്ക് കാണാൻ പറ്റും. ഇതാണ് കാഴ്ചകൾ. നമ്മളിനി ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചില്ലെന്നുള്ളൊരു പരാതി വേണ്ട. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതായിരിക്കും. കാത്തിരിക്കുക.